Like this movie is another example why Paranjit is one of the important filmmakers right now in India. ഇന്ത്യയിൽ ഇത്തരം ക്യാരക്ടർ ചെയ്യാൻ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ചിയാൻ വിക്രവും പിന്നെ ഒന്ന് ഞാനുമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല മേക്കിംഗ്. പിന്നെ പാർവതിയുടെ ആക്ടിംഗ് ഒന്നും പറയാനില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഹോളിവുഡ് ലെവൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സിനിമ വേൾഡ് ലെവല് ആ രീതിയിൽ വേണേൽ പറയാൻ പറ്റും. കമലെ പാത്രക്ക്, രജനിയെ പാത്രക്ക്, MGR പാത്രക്ക് ഇമാതിരി ഒരു നടികരെ പാക്കവേ. പാർവതി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര മാറി അത് ജീവിക്കരുത്. മേക്കിംഗ് ഒക്കെ നല്ലതാണ്. ഒരു VFXൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. എല്ലാ അടിപൊളി. സൗണ്ട് ചില സമയത്ത് ഇത്തിരി ഓവർ സൗണ്ടായിട്ട് തോന്നി, ബാക്കിയെല്ലാം ഓക്കെയായിരുന്നു. പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്. അടിപൊളിയായിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് പണ്ടത്തെ കഥയാണ്. പിന്നെ ബ്രിട്ടീഷുകാരെയൊക്കെ പറ്റി ഗോൾഡ് മൈൻ ചെയ്യാനാണ് ഇതിനകത്ത് മെയിൻ. പിന്നെ ഇത് റിയൽ കഥയാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല മേക്കിംഗ്. പിന്നെ പാർവതിയുടെ ആക്ടിംഗ് ഒന്നും പറയാനില്ല, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് പാർവതിയെ ഒത്തിരി ഇഷ്ടമായത്, നന്നായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ വിക്രമിൻ്റെ മേക്ക് ഓവറൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഗ്രാഫിക്സ്, നല്ല മേക്കിംഗ്, മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത്തരം ക്യാരക്ടർ ചെയ്യാൻ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ചിയാൻ വിക്രവും പിന്നെ ഒന്ന് ഞാനുമാണ് കേട്ടോ. സൂപ്പർ സിനിമയാണ്, അടിപൊളി സിനിമ, വീട്ടിലും പടം കണ്ടിരിക്കാം, നല്ല പടമാണ്, അടിപൊളി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ സിനിമ ഇറങ്ങിയത് അടിപൊളിയാണ്. കാരണം ഇത് എൻ്റെ തലമുറയിൽപ്പെട്ട പടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പടം കണ്ട് വിജയിപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ചിയാൻ വിക്രം അല്ലാതെ വേറെ ആർക്കും ഇത്തരം സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല, ആരും എടുക്കില്ല. അത് ഞാൻ ഉറപ്പ് പറയാണ്. ഇത് വിജയിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. Like this movie is another example why Paranjit is one of the important filmmakers right now in India, and his way of storytelling is something we have not seen, which needs to be told more. Parvati and Chiyan Vikram has done a commendable job, and someone with the active prowess of Vikram, this film is a much more important thing in his career. Ranjit's way of storytelling is very important and needed at times like this. ഹോളിവുഡ് ലെവൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സിനിമ വേൾഡ് ലെവല് ആ രീതിയിൽ വേണേൽ പറയാൻ പറ്റും. എത്ര സ്റ്റാർ കൊടുക്കാം? 5 സ്റ്റാർ തന്നെ കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? എന്താ വേറെ ലെവല് തിയേറ്ററിൽ കാണണം, അതായത് OTT കണ്ടു കഴിഞ്ഞാൽ ഇത് ഫീൽ ആവില്ല. 100% ഉറപ്പ് വരാം. തിയേറ്റർ ഓൺലി വാച്ച് ഫിലിം തങ്കലൻ പൊളി. ഒരു തരത്തിലൊരു മോശമായിട്ട് ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല, എല്ലാം പൊളി. ഒരിക്കലും ഒരു ഓവർ ഹൈപ്പഡ് പരിപാടിയായിട്ടില്ല. നമ്മൾ തിയേറ്ററിൽ എന്താണ് പ്രതീക്ഷിച്ച് പോയത് അതിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ എടുത്ത് പറയണം, ജീവപ്രകാശാണ് മ്യൂസിക് വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്, ഹോളിവുഡ് ലെവൽ. സിനിമ എന്ന് പറയുന്നത് വിക്രത്തിൻ്റെ സമീപകാലത്ത് കണ്ട ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. നമ്മൾ വിക്രത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അത് വിക്രത്തെക്കുറിച്ച് പറയുന്ന ഒരു ഡയലോഗാണ്, നമ്മൾ എന്താ കമലെ പാത്രക്ക്, രജനിയെ പാത്രക്ക്, MGR പാത്രക്ക് ഇമാതിരി ഒരു നടികരെ പാക്കവില്ലേ. കാരണം ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യാൻ ഇന്ത്യയിൽ വേറൊരു നടനില്ല. കുറേ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ടുവന്ന് ശരിക്കും അടിമകളാക്കണ അത് തന്നെ. അതിലൊരാൾ നേതാവൂല അതിൽ. അത് ശരിക്കും വിക്രം പിന്നെ ലെജൻഡ് ആണല്ലോ, അതിനെ പിന്നെ പറയേണ്ട കാര്യമില്ല. പക്ഷെ പാർവതി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര മാറി അത് ജീവിക്കരുത്. അതുപോലെ അതിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. എന്നുവെച്ചാൽ സിനിമ ഓവർ ആക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ശരിക്കും ജീവിക്കുക തന്നെ ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. എന്താ പറയണത് അറിയില്ല, കാരണം ഒരുപാട് സാധനം കണ്ടൊരു ഫീലായിരുന്നു. ഒരു ട്രൂലി എപ്പിക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് കണ്ട പോലെയാണ്. കാരണം ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ KGF പോലൊരു മാസ് ആക്ഷൻ പടമല്ല, KGF എത്തിപ്പെടുന്ന ആൾക്കാരുടെ ഗോൾഡ് കണ്ടെത്തുന്ന ഒരു ട്രഷർ ഹണ്ട് പോലൊരു ഇതാണ്. സോ ഒരുപാട് കഥയുണ്ട്. KGF റിലേറ്റഡായിട്ടൊരു മിത്തിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്, ഒരു ഹൊറർ എലമെൻറ്റ് പോലെയൊക്കെ. സോ അത് ആൾക്കാർക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര കൺഫ്യൂസ് ആയിരുന്നു എന്താ നടക്കണമെന്നുള്ളത്. പഴയ കാലങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പക്ഷേ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോറി ടെല്ലിങ്, ഒരു ട്രാൻസിഷനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല, എല്ലാവരും റെഡിയായിട്ടുണ്ട്. വിക്രം നമ്മളെ പലവണ ഞെടിച്ചതാണ്, പക്ഷേ ശരിക്കും ഞെടിച്ചത് പാർവതിയാണ്. ആ ക്യാരക്ടറായിട്ട് ശരിക്കും നമുക്ക് ബ്ലെൻഡായിട്ട് പക്കയായിട്ടുണ്ട്. പശുപതി സൂപ്പറായിരുന്നു, പിന്നെ മാളവികയായിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് അങ്ങനെ ആരും മോശം പറയാനില്ല. VFX കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നി. ഒരു പുലിയായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു, നല്ലായിരുന്നു, ബട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നി. സോ ട്രൂലി എപ്പിക് സ്റ്റഫാണ്, തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ടതാണ്.
ബട്ട് എല്ലാവർക്കും എത്രത്തോളം ഒരു മാസ് മസാല കൊമേഴ്ഷ്യൽ ആക്ഷൻ എലമെൻ്റ് അല്ല, ക്ലാസിക് ആയിട്ടുള്ള ഈ സിനിമയുടെ ആർട്ടിന് ശരിക്കും കൈകൊടുക്കും. കാരണം പഴയ ഒരു കാലം, ലൊക്കേഷൻസ് എല്ലാം ഇതുണ്ട്. രഞ്ജിത്തിൻ്റെ ആ ഒരു കാസ്റ്റിസം അത് കാണിക്കുന്നുണ്ട്. പഴയ കാലത്തെ ആൾക്കാരുടെ ലൈക്ക് നമ്മുടെ അൺടച്ചബിലിറ്റി, ഇത് അതൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ട്.